ഉത്തരാഖണ്ഡിലെ ബാഗേശ്വരിൽ കനത്ത മണ്ണിടിച്ചിൽ 1000-ഓളം ആളുകൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുവെന്നാണ് വിവരം. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്കുള്ള റോഡ് ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഉത്തരാഖണ്ഡിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ 1000-ഓളം ആളുകൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുവെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുള്ളത്? സംഗീത ബാഗേശ്വറിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. പിന്നാർ നദിക്ക് സമീപത്തുള്ള ബാഗേശ്വറിലേക്കുള്ള യാത്രയുള്ള റോഡാണിത്. വലിയ മലമടക്കുകൾക്കിടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇങ്ങനെ 19ഓളം റോഡുകൾ, ബാഗേശ്വറിൽ 19ഓളം റോഡുകൾ കനത്ത മഴയിലും മണ്ണിടിച്ചിലും പൂർണ്ണമായും ഗതാഗത ബന്ധം വിച്ഛേദിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം ആളുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം, ഏതാണ്ട് 3 ഗ്രാമങ്ങൾ, ഈ 3 ഗ്രാമങ്ങളിലായി 1000-ഓളം ആളുകൾ ഈ പ്രദേശങ്ങളിലായി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ പൂർണ്ണമായും തോതിൽ ആ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും കനത്ത മഴയാണ്. പിന്താർ നദി പൂർണ്ണമായും വലിയ രൂപത്തിൽ വലിയ ഒഴുക്കാണ്, നീരൊഴുക്കാണ് അവിടെ പിന്താർ നദിയിലുള്ളത്. ആ മഴ തുടർന്ന് രക്ഷാപ്രവർത്തനവും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കലും ഇപ്പോഴും നിലച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും 1000-ഓളം പേരെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും കനത്ത മഴയാണ് ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സംഗീത. ശരി ശ്രീജിത്ത്.